പുറത്ത് നല്ല മഴയാട്ടോ. അപ്പോ ഇന്നലെ ഞങ്ങൾ വൈകിട്ടൊന്ന് പുറത്തു പോയി. ഇവിടെ അടുത്തൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാ പോയെ. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഞങ്ങൾ ട്രെയിനിലാട്ടോ പോയെ. അപ്പൊ ലാറ്റ്വിയയിൽ കുറെ പുതിയ ട്രെയിൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ട്രെയിനും കൂടി കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുതിയ ട്രെയിനിൽ പോയത്. അങ്ങനെ ഞങ്ങൾ പുതിയ ട്രെയിനിൽ പോയ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഇൻറ്റീരിയർ അടിപൊളിയാട്ടോ. ഇത്രയും സൂപ്പറായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻ അതിനകത്ത് തന്നെയുണ്ട്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈ ഉണ്ട്. പിന്നെ സ്മോക്കിംഗ് ഒന്നും പാടില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീൻ ആണ് കേട്ടോ. അങ്ങനെ വേസ്റ്റ് അവിടെ എവിടെയൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ വാഷ്റൂം ആണെങ്കിലും ക്ലീൻ ആണ്. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. നിന്ന് പോകാനാണെങ്കിലും ഭയങ്കര തിരക്കാണെങ്കിലും ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതുപോലെ സ്ട്രോളറൊക്കെ വെക്കാനുള്ള സ്ഥലം, അതെല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പം നല്ല അടിപൊളി ട്രെയിനാണ്. റിഗയിലുള്ളവർക്കാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം ടോയ് ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ സലാസ്പിൽസ് എത്തി കേട്ടോ. സലാസ്പിൽസ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്ന പ്ലേസിന്റെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഞങ്ങളെ വെൽക്കം ചെയ്തത് തുളിപ്സ് ആണ്. പക്ഷേ തുളിപ്സ് നെതർലാൻഡ്സിൽ കണ്ടതുപോലെയൊന്നും അല്ല. എന്ന് വെച്ചാൽ തുളിപ്സ് ഒക്കെ ആകെ വാടി പോയിട്ടുണ്ടായിരുന്നു. തുളിപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ലൈഫ് ടൈം ഉള്ളതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ വാടിപ്പോയെന്ന് തോന്നുന്നു. ഈ പുല്ലൊക്കെ ചെത്തിപ്പറിക്കാൻ വേണ്ടി നാട്ടിൽ നമ്മൾ ആളെ വിളിക്കത്തില്ലേ, അതിന് പകരമായിട്ട് ഒരു മെഷീൻ. ആ മെഷീൻ തനിയെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ മുകളിലുള്ള പുല്ലൊക്കെ ഇങ്ങനെ വെട്ടിയെരിഞ്ഞ് പോവാണ്. ഒരു റോബോ. എന്നിട്ട് അത് ചാർജ് തീരുമ്പോൾ തനിയെ പോയി ചാർജ് ആവും. അങ്ങനെ ഒരു മെഷീൻ ഞങ്ങൾ കണ്ടു. തന്നെ ഓടുന്നു. എന്ത് രസമായിട്ടാ നിക്കണേ. ഇത് റോസാപ്പൂ അല്ലേ? റോസാപ്പൂ അല്ല, നല്ല രസമുണ്ട്. എത്ര കളറാണ്. അതിനകത്ത് കയറിയിരിക്കേ. ഇങ്ങോട്ട് വാ, നീ അവിടെ പോവാ. ഇങ്ങോട്ട് വാ. ഡയമണ്ട് ആര എല്ലാത്തിനും ഉണ്ട് ഇംഗ്ലീഷ്. നമ്മുടെ അവിടെ വീട്ടിലുള്ള മറ്റേ പേപ്പർ പൂ. നിങ്ങൾ പറയാ, നമ്മള് പോകുന്നില്ല. അത് തന്നെ പേപ്പർ പൂ. കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. സാന്താ റിക്കാസ്. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വലിയൊരു ലേക്ക് ഞങ്ങൾ കണ്ടു. അങ്ങനെ ആ ലേക്കിൽ കുറെ നേരം അതിന്റെ അടുത്തിരുന്ന് റിലാക്സ് ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും അവിടുന്ന് പിന്നെയും നടത്താൻ തുടങ്ങി. അങ്ങനെ നടന്ന് കുറെ ദൂരം പോയപ്പോഴത്തേക്ക് കുറെ വിജനമായ സ്ഥലങ്ങളാണ്. അവിടെയെങ്കിലും വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താ ചെയ്യണ നീയാ? ഇതെന്താ ചെയ്യണേ? ഹായ്. ഇറങ്ങിക്കോ.
പതുക്കനെയാ? അതെ, വേറെ റോബോട്ട്. ഗ്ലാസ് ഹൗസ്. എന്റെ ഫ്രണ്ടിൽ ഒരു ഐസ്ക്രീം പാർലർ. അതേ കണ്ടില്ലേ? ഇതുകൊണ്ട് അതിന്റെ ഇടയിൽ എന്റെ കൈ ചൂണ്ടുന്ന നേരെ താഴെ നോക്കാൻ സൗണ്ട് കേൾക്കണേന്റെ അവിടെ. കണ്ട് ഇതിങ്ങനെ ആർച്ച് പോലെ വെച്ച് പിടിപ്പിച്ചേക്കാട്ടാ. ബൊട്ടാണിക്കൽ ഗാർഡന്റെ അകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്കൊരു മാപ്പ് കിട്ടി. പക്ഷെ ഞങ്ങൾ മാപ്പ് കിട്ടിയിട്ട് ആ വഴി പോയി നോക്കിയപ്പം അവിടെ കുറെ സാധനങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല. അതുപോലെ തന്നെ കുറെ ചെടികളൊക്കെ അവർ നട്ട് വിത്തിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചെടിയൊന്നും ഇതുവരെ പൊങ്ങി വന്നില്ല. കാരണം ഇവിടെ സ്പ്രിങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സ്നോയിലാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ചെടിയൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ദൂരമൊക്കെ അങ്ങ് നടന്നു. പിന്നെ ഞങ്ങൾ അവിടെ ആകെ കണ്ടതെന്ന് വെച്ചാൽ കുറെ കുതിരകളെ കണ്ടു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ വൈകുന്നേരം ആ ഒരു വൈബില് നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറെ ദൂരം നടന്ന് ഒരു ഈവനിങ് അങ്ങനെ വെറുതെ കുറെ നേരം നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ബ്രിഗയിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.